ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വാർത്തകൾ വിശദമായി. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1,88 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ശതാബ്ദി മന്ദിരം നിർമ്മിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രീ പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം പോലുള്ള വലിയ പദ്ധതികളിലൂടെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് വിദ്യാലയത്തിൽ എത്തിക്കാനും അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി മാറി ലോകോത്തര വിദ്യാഭ്യാസം എന്നുള്ള നമ്മുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ പദവി ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ കുതിച്ചു വരികയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തന്നെ A+, ഗ്രേഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കോളേജുകൾ തന്നെ വലിയ തോതിൽ മാറ്റം വന്നു അത് പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടായി എന്നുള്ള പറയുന്നത്. ഇത് മാത്രമല്ല, എല്ലാ മേഖലയിലുമുണ്ട്. ആരോഗ്യ രംഗത്തുണ്ട്, അടിസ്ഥാന സൗകര്യ രംഗത്തുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ എവിടെയാണോ കുറവ് വരുന്നത് അവിടെ ജനങ്ങൾ ഒന്നിക്കുകയാണ്. അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും അതിന് ബാധകമല്ല. രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ അതിന് കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പോൾ വയനാട് സംഭവം ഏറ്റവും ദുഃഖപൂർണമായിട്ടുള്ളൊരു സംഭവമാണ് വയനാട്. കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങളൊക്കെ തന്നെ അവിടെയായി. അത് നമ്മുടെ ഹൃദയം വേദിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ. ആ കാഴ്ചകൾ വിവരിക്കാൻ തന്നെ കഴിയാത്ത അത്രയും ദുഃഖപൂർണമാണ് അവിടെ ഞങ്ങളൊക്കെ തന്നെ കണ്ട കാഴ്ച. അവിടെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മ അതാണ് കേരളത്തിൻ്റെ മാതൃക. അതെല്ലാ മേഖലയിലും വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എല്ലാ മേഖലയിലും വരുന്നതോടുകൂടി തന്നെ കേരളം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരുള്ള ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന് നന്ദിയും പ്രഭാണം അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ അധ്യക്ഷനായി. ഒട്ടും താല്പര്യമില്ലാത്ത രക്ഷിതാക്കൾ ഉൾപ്പെടെ കണ്ട് അവരെയൊക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെയുള്ള അപ്പുറത്തേക്കുള്ള കടവിൽ ആട് 6 മണി 7 മണിയാകുമ്പോഴേക്ക് നമ്മുടെ വഞ്ചി നിർത്തും. വൈകിട്ടൂടെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല, അപ്പുറത്തേക്ക് വള്ളിവട്ടത്തിലേക്ക് കിടക്കാൻ പറ്റില്ല. അയാൾക്ക് പ്രത്യേക പൈസ കൊടുത്തത് അന്നുണ്ടായി. ഇക്കയൊക്കെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഇവിടെ വൈകിട്ട് കുട്ടികൾ ഇരുന്ന് പ്രത്യേകം പഠിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വേണം. അത് പൊറോട്ടയും ചിലപ്പോൾ സാമ്പാറും ഉൾപ്പെടെയാണ് കൊടുക്കുക. ഇവിടുത്തെ തൊട്ടടുത്ത കടയിൽ നിന്ന് ആ 16% പിന്നെ 54%, 74%, 84%, 100% വിജയിച്ച പട്ടികയിൽ ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്കൂൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതാണ് വേണ്ടത്. ചാലക്കുടി MP ബെന്നി ബഹനാൻ മുഖ്യാതിഥിയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. മന്ത്രിയും ടൈസൺ മാസ്റ്ററും സൂചിപ്പിച്ചതുപോലെ കലാലയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സ്മരണകളിൽ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചതാണ്. അത് ഇന്നും ഒരു പ്രചോദനമായിരുന്നു. വളരെ സന്തോഷം. കാരണം സ്വാതന്ത്ര്യദിനം 2 ദിവസം കഴിയുമ്പോൾ വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടി ദേശീയ ബോധമീനത്തിൽ ജനങ്ങളുടെ മനസ്സിൽ അങ്കുരിപ്പിച്ച് ഇന്ത്യ എന്ന വികാരത്തെ പ്രസപ്പിച്ച് ഈ നാടിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിനിരത്തിയ ആദരണീയനായ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമധേയമുള്ള ഈ കലാലയത്തിൽ ഒരു ജൂബിലി മന്ദിരം ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ ഒരു വലിയ
അബ്ദുറഹിമാൻ സാഹിബിന്റെ മന്ദിരം അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞുള്ള സന്തോഷമില്ലാത്ത അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞാൻ കൃത്യമായി സംസാരിക്കുന്നു. മന്ത്രിക്ക് പോകണമെന്ന് സ്കൂളിനാവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ സാഹിബ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി നിവാസികൾക്കുള്ള സ്കൂൾ കമ്മിറ്റിയുടെ ആദരവ് മഹല്ല് പ്രസിഡന്റ് നൌഷാദ് ചെളിങ്ങാടിനും പൊന്നാമ്പടിക്കൽ കുടുംബത്തിനുള്ള ആദരവ് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൽ സലാം പൊന്നാമ്പടിക്കലിനും മന്ത്രി കൈമാറി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ട സാന്നിധ്യമായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. എസ്എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുനിൽ AG നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളായ സുഗത ശശിധരൻ, PA നൌഷാദ്, KA അയ്യൂബ്, മിനി ഷാജി, മതിലകം BPC AP സിജിമോൾ, ഹെഡ് മിസ്ട്രസ് VA സുൽഫത്ത്, VHC പ്രിൻസിപ്പാൾ ജീന ജെയിംസ്, PTA പ്രസിഡന്റ് അബ്ദുൽ കലാം, PR ഗോപിനാഥൻ, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഫാത്തിമ, PV അഹമ്മദ് കുട്ടി, പ്രൊഫസർ KA സിറാജ്, അഹമ്മദ് കബീർ, PH മുഹമ്മദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക ചടങ്ങിൽ മന്ത്രിക്ക് കൈമാറി. വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ NSS വോളണ്ടിയേഴ്സ് വിവിധ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി സഹായധനം ശേഖരിക്കുകയും ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗങ്ങളിലെ പ്രതിഭകൾക്കും അനുമോദനം നൽകി.